SSC, RRB, PSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓഗസ്റ്റ് 4-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ആർത്തവ വിരാമകാലത്തെ അസ്വസ്ഥതകൾ അകറ്റുന്നതിനായി തൃശൂർ കോർപ്പറേഷനും ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജിക്കൽ സൊസൈറ്റി ഓഫ് തൃശൂരും ചേർന്ന് ആരംഭിച്ച പദ്ധതിയുടെ പേര് പൂർണ്ണ പദ്ധതി. പൂർണ്ണ വിമൻസ് വെൽനസ് ഇനീഷ്യേറ്റീവ് പദ്ധതിയുടെ അംബാസഡർ ചലച്ചിത്ര താരം ലെന. UK സർക്കാരിൻ്റെ ചീവനിങ് ഫെലോഷിപ്പ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരി റഷം ഫാത്തിമ. ആസിഡ് ആക്രമണത്തെ അതിജീവിച്ച് ലോകോത്തര ഫെലോഷിപ്പ് സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് റഷം ഫാത്തിമ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ 176 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഡയറക്ടർ ജനറൽ പദവിയിലെത്തുന്ന വനിത വർഷ അശോക് അഗ്ലാവ്. 2026 ജൂലൈ 31-നാണ് അവർ GSIയുടെ 54-ാമത് ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത്. മുൻഗാമി അസിത് സാഹ. 2026-ലെ ഫീൽഡ്സ് മെഡൽ നേടിയ മൂന്നാമത്തെ വനിതാ ഗണിതശാസ്ത്രജ്ഞ ഹോങ് വാങ്. ഗണിതശാസ്ത്രത്തിലെ നൊബേൽ സമ്മാനമായി കണക്കാക്കുന്ന പുരസ്കാരമാണ് ഫീൽഡ്സ് മെഡൽ. ഈ പുരസ്കാരം നേടുന്ന ചരിത്രത്തിലെ മൂന്നാമത്തെ വനിതയും ആദ്യത്തെ ചൈനീസ് വംശജയുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ടെലികോം മാനുഫാക്ചറിംഗ് സോൺ നിലവിൽ വരുന്നത് ഗ്വാളിയോർ, മധ്യപ്രദേശ്. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ്, ആശയവിനിമയ മന്ത്രാലയം, മധ്യപ്രദേശ് സർക്കാർ എന്നിവർ സംയുക്തമായി നടപ്പാക്കും. ഇന്ത്യൻ കരസേനാ മേധാവിയുടെ ആദ്യ വനിത AD ക്യാപ്റ്റൻ ശിവാണി സെഹ്റാവത്ത്. നിലവിലെ കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്തിന് കീഴിലാണ് അവർ ഈ ചരിത്രപ്രധാനമായ പദവിയിൽ സേവനമനുഷ്ഠിക്കുന്നത്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ പുതിയ കരട് വിജ്ഞാപന പ്രകാരം ഏറ്റവും കൂടുതൽ പശ്ചിമഘട്ട പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന സംസ്ഥാനം കർണാടക. ആകെ 56,825.7 ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് 6 സംസ്ഥാനങ്ങളിലായി കരടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കർണാടക, മഹാരാഷ്ട്ര, കേരളം, തമിഴ്നാട്, ഗോവ, ഗുജറാത്ത് എന്നിവയാണ് കരടിൽ ഉൾപ്പെട്ട സംസ്ഥാനങ്ങൾ. രാജ്യത്തെ ജലാശയങ്ങളിൽ ഫ്ലോട്ടിംഗ് സോളാർ പാനലുകൾ സ്ഥാപിച്ച് 5000 മെഗാവാട്ട് സൗരോർജം ഉൽപ്പാദിപ്പിക്കുവാനുള്ള കേന്ദ്ര പദ്ധതി പ്രധാനമന്ത്രി സൂര്യ സരോവർ പദ്ധതി. അണക്കെട്ടുകളിലും തടാകങ്ങളിലും സൗരോർജ പാനലുകൾ സ്ഥാപിക്കുക, ഭൂമി ഉപയോഗം കുറച്ച് ഹരിതോർജ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ലക്ഷ്യം. ലോകത്ത് ആദ്യമായി ക്യാൻസർ വീണ്ടും വരുന്നതിൻ്റെ കാരണം കണ്ടെത്തിയ സ്ഥാപനം രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി, തിരുവനന്തപുരം. ഡോക്ടർ ടെസി തോമസ് മാളിയേക്കലും രേഷ്മ രാജനും നേതൃത്വം നൽകുന്ന ഗവേഷകരുടെ സംഘമാണ് ഈ നേട്ടം കൈവരിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി അപൂർവ ഭൗമ മൂലകങ്ങളുടെ പര്യവേക്ഷണ ലൈസൻസ് നൽകിയ സംസ്ഥാനം രാജസ്ഥാൻ. പൊതുമേഖലാ സ്ഥാപനമായ സെൻട്രൽ മൈൻ പ്ലാനിംഗ് ആൻഡ് ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് പര്യവേക്ഷണ ചുമതല. ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സിനായി ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.